ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് മുൻവർഷ ചോദ്യപേപ്പറിലെ മലയാളം പാർട്ടാണ്. ഇത് LDC 2011 കോട്ടയം ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും മലയാളത്തിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുമാണ്. വരാത്ത ക്വസ്റ്റ്യൻ, തണുപ്പുണ്ട് സന്ധ്യ ഏത്? തണുപ്പുണ്ട് എന്നതിലെ സന്ധ്യ ഏത്? തണുപ്പുണ്ട് എന്ന് പറയുമ്പോൾ തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ടാണ് തണുപ്പുണ്ട്. ഇവിടെ ഈ ഊ എന്ന സംഭവം പ എന്ന വാക്കിനോട് ചേർന്നു, തണുപ്പുണ്ട് എന്നായി. അപ്പോൾ ലോപിച്ചു. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലോപസന്ധിയാണ്. ഇവിടെ തണുപ്പ് പ്ലസ് ഉണ്ട് എന്നതിൽ പ എന്നതിനോട് ഊ എന്ന വർണ്ണം ലോപിച്ചു, തണുപ്പു ഉണ്ട്, പൂ ആയി. അപ്പോൾ അതാണ് ലോപസന്ധി. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണ് ലോപസന്ധി. ആഗമസന്ധി എന്നാൽ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ആഗമിക്കുക, വരിക. ആദേശസന്ധി, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി തൽസ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് ആ സ്ഥാനത്ത് വേറൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ദിത്വസന്ധി, രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണ് ദിത്വസന്ധി. ഒരു വർണ്ണം ഇരട്ടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഇതിൽ ശരിയല്ലാത്തത് എ ആണ്. മറ്റ് ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. മറ്റു എന്ന് ഉപയോഗിച്ചതിനാൽ ആവർത്തന ദോഷം. മറ്റു എന്നത് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഗത്യന്തരമില്ലാതെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, അങ്ങനെ മതി. വർഷം തോറും ഇടവപ്പാതിക്ക് മഴ പെയ്യുന്നു, അത് കറക്റ്റാണ്. വൃശ്ചിക മാസത്തിലെ കാർത്തികയ്ക്കാണ് കാർത്തിക ദീപം തെളിയിക്കുന്നത്, അതും കറക്റ്റാണ്. വർഷം തോറും വേനലവധിക്ക് 2 മാസം സ്കൂൾ അടയ്ക്കുന്നു, അതും കറക്റ്റാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഒറ്റ വാക്ക് ഏത്? ജാഗരം. ജാഗരം എന്നാൽ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നാണ്. ജാഗരൂപരായി ഇരിക്കുക, ഉണർന്നിരിക്കുന്ന അവസ്ഥ. കുശലത എന്നാൽ കൗശലം കാണിക്കലാണ്. കൗശലം കാണിക്കുന്നതിനാണ് കുശലത എന്ന് പറയുന്നത്. അതുപോലെ ഉച്ഛിഷ്ടം എന്നാൽ പുറത്തേക്ക് കളയുന്നത് എന്നാണ് അർത്ഥം. ഉച്ഛിഷ്ടം എന്നാൽ അർത്ഥം പുറത്തേക്ക് കളയുന്നത് എന്നാണ്. ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹമാണ്. ജിജ്ഞാസ എന്നാൽ അറിയാനുള്ള ആഗ്രഹമാണ്. ഏകാഗ്രത എന്നാൽ ഒന്നിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ്. ഏകാഗ്രത എന്നാൽ ഒന്നിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിക്കുന്ന അവസ്ഥയാണ്. എപ്പോഴും എന്നർത്ഥം വരുന്ന പദം സർവദാ. ഇതിൻ്റെ ദായിൻ്റെ രൂപമാണ് നോക്കേണ്ടത്. ഇതേപോലെയല്ല, ഇതേപോലെയാണ്, സർവദാ. അരങ്ങുകാണത്ത നടൻ എന്ന കൃതിയുടെ കർത്താവാര്? തിക്കോടിയൻ. തിക്കോടിയനാണ് അരങ്ങുകാണത്ത നടൻ എന്ന കൃതിയുടെ കർത്താവ്. തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങുകാണത്ത നടൻ. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. KT മുഹമ്മദിൻ്റെ നാടകങ്ങളാണ് ഇത് ഭൂമിയാണ്, വെളിച്ചം, വിളക്കന്വേഷിക്കുന്നു, കറവറ്റ പശു, താക്കോലുകൾ, രാത്രി വണ്ടികൾ, മനുഷ്യൻ കാരാഗ്രഹത്തിലാണ്, സംഗമം, സമന്വയം എന്നൊക്കെ KT മുഹമ്മദിൻ്റെ നാടകങ്ങളാണ്. ഇത് ഭൂമിയാണ്, വെളിച്ചം, വിളക്കന്വേഷിക്കുന്നു, കറവറ്റ പശു, താക്കോലുകൾ, രാത്രി വണ്ടികൾ, മനുഷ്യൻ കാരാഗ്രഹത്തിലാണ്, സംഗമം, സമന്വയം. കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? N കൃഷ്ണപിള്ള. N കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജോർജ് വർഗീസ് കാക്കനാടനാണ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ആദ്യമായി വയലാർ അവാർഡ് ലഭിച്ചത്. മികച്ച മലയാള കൃതിക്ക് നൽകുന്നതാണ് വയലാർ അവാർഡ്. വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് 1977 1977 അഗ്നിസാക്ഷിക്ക് ലളിതാംബിക അന്തർജനത്തിനാണ് അവാർഡ് ലഭിച്ചത്. അഗ്നിസാക്ഷിക്ക് ലളിതാംബിക അന്തർജനത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. സമാനമായ പഴഞ്ചൊല്ല്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതിൻ്റെ സമാനമായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല.
ആപ്പിൾ ഇൻ വൺസ് ഐ ഈ ശൈലിയുടെ മലയാള പരിഭാഷ. കൺമണി. കൺമണി എന്നാണ് ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന ഈ ശൈലിയുടെ മലയാള പരിഭാഷ. ബ്ലാക്ക് മാർക്കറ്റ് എന്നാൽ കരിഞ്ചന്ത എന്നാണ് മലയാളത്തിലെ പരിഭാഷ. കൗണ്ടർ ബ്ലോസ്റ്റ് എന്നാൽ ഉരുളക്കുപ്പേരി. കൗണ്ടർ ബ്ലോസ്റ്റ് എന്നാൽ ഉരുളക്കുപ്പേരി എന്നാണ് അർത്ഥം വരുന്നത്. ക്രോക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. നേക്കഡ് ട്രൂത്ത് നഗ്ന സത്യം. ഓസ്ട്രിച്ച് പോളിസി ഒട്ടകപ്പക്ഷി മനോഭാവം. സോർ ഗ്രേപ്സ് പുളിക്കും മുന്തിരി. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി. ഇതൊക്കെയാണ് അർത്ഥം വരുന്നത്. മൂപ്പൻ എന്ന പദം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? തദ്ധിതം. മൂപ്പൻ എന്ന പദം ഈ പറയുന്നവയിൽ തദ്ധിതം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഒരു നാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു നാമത്തെയാണ് തദ്ധിതം എന്ന് പറയുന്നത്. ഒരു നാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു നാമത്തെ തദ്ധിതം എന്ന് പറയുന്നു. ഉദാഹരണമാണ് മടി എന്നത് മടിയൻ. ബുദ്ധി ബുദ്ധിമാൻ. അടിമ അടിമത്തം. ഈ അടിമത്തം എന്ന വാക്കിൽ നിന്നാണ് അടിമ എന്ന വാക്കുണ്ടായത്. ബുദ്ധിമാൻ എന്ന നാമത്തിൽ നിന്ന് ബുദ്ധി ഉണ്ടായി. അതുപോലെ മൂപ്പൻ എന്ന വാക്കിൽ നിന്ന് മൂപ്പുണ്ടായി. കൃത്ത് എന്നാൽ ക്രിയകളിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ്. ക്രിയകളിൽ നിന്നുണ്ടാകുന്ന നാമങ്ങളാണ് കൃത്തുകൾ. പാടുക പാട്ട്, എഴുതുക എഴുത്ത്, വായിക്കുക വായന, ഇങ്ങനെയെല്ലാം വരുന്നതാണ് കൃത്തുകൾ. കാരകമെന്നാൽ നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നവയാണ് കാരകങ്ങൾ. നാമപദങ്ങൾക്ക് ക്രിയാപദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതാണ് കാരകങ്ങൾ. ഘടകമെന്നാൽ വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശബ്ദമാണ് ഘടകം. വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ശബ്ദമാണ് ഘടകം എന്നിവയിൽ വരുന്നത്. അടുത്ത് നോക്കുന്ന ഈ വീഡിയോ LDC 2011 ഇടുക്കി ജില്ലയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ തെറ്റായ പദം ഏത്? തെറ്റായ പദം. ഇതിൽ തെറ്റായിരിക്കുന്നത് ഹാർദവം എന്ന പദമാണ്. ഹാർദവം എന്ന് പറയില്ല, ഹാർദം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഹാർദവമാണ് തെറ്റായിട്ടുള്ള പദം. വിലാസിനി ആരുടെ തൂലിക നാമമാണ്? MK മേനോൻ. MK മേനോൻ്റെ തൂലിക നാമമാണ് വിലാസിനി. ഇനി ചില തൂലിക നാമവും യഥാർത്ഥ നാമവും നോക്കാം. ആശാമേനോൻ. ആശാമേനോൻ എന്നറിയപ്പെടുന്നത് K ശ്രീകുമാറാണ്. ആശാമേനോൻ എന്ന തൂലിക നാമമുള്ളത് K ശ്രീകുമാറിനാണ്. പവനൻ എന്ന തൂലിക നാമമുള്ളത് PV നാരായണൻ നായർക്കാണ്. PV നാരായണൻ നായർക്കാണ് പവനൻ എന്ന തൂലിക നാമമുള്ളത്. സഞ്ജയൻ എന്നറിയപ്പെടുന്നത് MR നായരാണ്. MR നായരാണ് സഞ്ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസാണ്. ജോർജ് വർഗീസാണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനന്ദ് എന്നറിയപ്പെടുന്നത് P സച്ചിദാനന്ദനാണ്. P സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. PC ഗോപാലനാണ് നന്ദനാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാറപ്പുറത്ത് എന്നറിയപ്പെടുന്നത് EK മത്തായിയാണ്. പാറപ്പുറത്ത് എന്നറിയപ്പെടുന്നത് EK മത്തായിയാണ്. ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. PC കുട്ടിക്കൃഷ്ണൻ. വെണ്ണിക്കുളം എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കോവിലൻ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. VV അയ്യപ്പനാണ് കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സുമംഗല എന്നറിയപ്പെടുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. ലീല നമ്പൂതിരിപ്പാട് സുമംഗല എന്ന പേരിൽ അറിയപ്പെടുന്നു. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് ന് തുല്യമായ മലയാള പ്രയോഗം. ആളേറെ കൂടിയാൽ പാമ്പ് ചാകില്ല. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് തുല്യമായിട്ടുള്ള മലയാള പ്രയോഗമാണ് ആളേറെ കൂടിയാൽ പാമ്പ് ചാകില്ല. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത്? സാറ ജോസഫ്. സാറ ജോസഫാണ് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതി രചിച്ചത്. സാറ ജോസഫ്. ചാട്ടം ഈ പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്രിയാനാമം. ഒരു ക്രിയാനാമമാണ് ചാട്ടം. ചാടുക എന്നത് ഒരു ക്രിയയാണ്. ആ ക്രിയയിൽ നിന്നുണ്ടായ നാമമാണ് ചാട്ടം. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെയാണ് ക്രിയ എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെ. ആഗമസന്ധിക്ക് ഉദാഹരണമേത്? ആഗമസന്ധി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായി ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. രാധ എടുക്കുകയാണെങ്കിൽ വഴിയമ്പലം. വഴിയമ്പലം എന്ന് പറയുന്നത് വഴി പ്ലസ് അമ്പലമാണ്. വഴി പ്ലസ് അമ്പലമാണ് വഴിയമ്പലം. ഇവിടെ നോക്കിയാൽ വഴി പിന്നെ യാ വന്നു. ആ അവിടെ തന്നെ ഉണ്ട്.
യായുടെ കൂടെ ആയുണ്ട്. അപ്പോൾ പുതുതായിട്ടൊന്ന് വന്നു ചേരുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഇതാണ് ആഗമസന്ധി. വഴിയമ്പലമാണ് ആഗമസന്ധിക്ക് ഉദാഹരണം. മറ്റ് കണ്ണീർ എടുക്കുകയാണെങ്കിൽ കണ്ണ് പ്ലസ് നീറാണ് കണ്ണീർ. അല്ലെങ്കിൽ എന്നത് അല്ല പ്ലസ് എങ്കിലാണ്. വെള്ളില എന്നത് വെള്ള പ്ലസ് ഇലയാണ്. ചരാചരം സമാസം എന്ത്? ദ്വന്ദ്വൻ. ദ്വന്ദ്വ സമാസമാണ് ചരാചരം എന്നത്. ഘടകപദങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. ഇവിടെ ചരാചരം 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ അതാണ് ദ്വന്ദ്വൻ. മാതാപിതാക്കൾ, ദിനരാത്രങ്ങൾ, അങ്ങനെ 2 പദങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളവയാണ് ദ്വന്ദ്വ സമാസം എന്ന് പറയുന്നത്. ബഹുവ്രീഹി എന്നാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത തരത്തിൽ ഒരു അന്യപദാർത്ഥ പ്രധാനമായ സമാസമാണ് ബഹുവ്രീഹി. ഉദാഹരണത്തിന് കാർവർണ്ണൻ എന്ന് പറയുകയാണെങ്കിൽ അത് വിഗ്രഹിച്ചാൽ കാറ് പ്ലസ് വർണ്ണൻ കിട്ടും. രണ്ടിനും അത് യഥാർത്ഥ മീനിങ്ങുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. കർമ്മധാരായൻ എന്നാൽ തൽപുരുഷ സമാസത്തിൻ്റെ ഒരു പിരിവാണിത്. വിശേഷണം 1-ാം പദവും വിശേഷം 2-ാം പദവുമായി വരുന്ന സമാസമാണ് കർമ്മധാരായൻ. ഉദാഹരണം വീരവനിത. വീരയായിട്ടുള്ള വനിതയ്ക്കാണ് വീരവനിത എന്ന് പറയുന്നത്. നീലമേഘം, നീലയായിട്ടുള്ള മേഘം. അതായത് ആദ്യത്തെ പദം വിശേഷണമായിരിക്കും, 2-ാമത്തെ പദം വിശേഷ്യം. രൂപക തൽപുരുഷൻ എന്നാൽ പൂർവപദം വർണ്യവും ഉത്തരപദം അവർണ്യവുമായിരിക്കും. കണ്ണീർമുത്ത്, കണ്ണീരാകുന്ന മുത്ത്. ഭഗീരപ്രയത്നം, അർത്ഥം എഴുതുക. കഠിനമായ പ്രവൃത്തി. കഠിനമായ പ്രവൃത്തിക്കാണ് ഭഗീരപ്രയത്നം എന്ന് പറയുന്നത്. ഉരുളക്കുപ്പേരി, തക്ക സമയത്ത് നൽകുന്ന മറുപടിക്കാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത്. മർക്കടമുഷ്ടി, ശാഠ്യം പിടിക്കുക. ശാഠ്യം പിടിക്കുന്നതിനാണ് മർക്കടമുഷ്ടി എന്ന് പറയുന്നത്. കുളം കോരുക എന്നാൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം. നെല്ലിപ്പടി കാണുക, അവസാനം വരെ ചെല്ലുക. അവസാനം വരെ ചെല്ലുക എന്നതിനാണ് നെല്ലിപ്പടി കാണുക എന്ന് പറയുന്നത്. ദീപാവളി വിളിക്കുക, ദുർവ്യയം ചെയ്ത് ദരിദ്രനാവുക. കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗം? തദ്ധിതം. കാട്ടാളത്തം എന്നത് തദ്ധിതമാണ്. ഹൈവേമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? പിടിച്ചുപറിക്കാരൻ. പിടിച്ചുപറിക്കാരൻ എന്നാണ് ഹൈവേമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഐവറി ടവർ, ഇതുപോലെ മറ്റൊരു ശൈലിയാണ്. ദന്തഗോപുരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടു ബെൽ ദ ക്യാറ്റ്, പൂച്ചയ്ക്ക് മണി കെട്ടുക. പൂച്ചയ്ക്ക് മണി കെട്ടുക എന്നതിന് ടു ബെൽ ദ ക്യാറ്റ് എന്ന് പറയുന്നു. പീപ്പിൾസ് പ്ലാൻ എന്നാൽ ജനകീയാസൂത്രണമാണ്. ജനകീയാസൂത്രണമാണ്. ജനകീയാസൂത്രണത്തിൻ്റെ ഇംഗ്ലീഷ് പീപ്പിൾസ് പ്ലാൻ എന്നാണ്.